അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ എല്ലാവരും കൂടിയിട്ട് ഈമാനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കവേ ആ ഒരു സദസ്സിലോട്ട് ഒരു ചെറിയ കറുകറുത്തൊരു മനുഷ്യന് കടന്നു വരുന്നുണ്ട്. ആരായിരുന്നു അത്? മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കണ്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ആദരവ് കാണിക്കുന്നുണ്ട്. സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സദസ്സിലോട്ട് കയറ്റിയിരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് പറയുകയാണ്, ഹബ്ബാബേ, ഞങ്ങളുടെ ഈമാനൊക്കെ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. നിൻ്റെ കഥകളൊന്ന് കേൾക്കണം, ഞങ്ങളുടെ ഈമാൻ ഒന്ന് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. താൻ ധരിച്ചിരിക്കുന്ന കറുത്ത പുതപ്പൊന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിൽ. സഹാബാക്കൾ കാണുന്നത് തൻ്റെ പുറകിലായിട്ട് 2 വലിയ കുഴികളാണ് കാണുന്നത്. സഹാബാക്കളുടെ കണ്ണുനീര് വാർത്തൊലിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടു കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഹബ്ബാബേ, ഇതെന്തു പറ്റിയതാടാ? ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനൻ ഒരു കൊല്ലപ്പണിക്കാരനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നെന്നറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ യജമാനന് വല്ലാത്ത പ്രയാസം വരുന്നുണ്ട്, വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്, ഒരുപാട് മർദ്ദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ യജമാനൻ കൊല്ലപ്പണിക്കാരനാണ്. അദ്ദേഹം രാവിലെയാകുന്ന സമയത്ത് ആലയിൽ ചുട്ടുപടുത്ത കല്ലുകൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. കല്ലുകൾ വല്ലാതെ ചുട്ടുപടുത്തു എന്നറിഞ്ഞ സമയത്ത് എന്നെ കൊണ്ടുപോയിട്ട് അതിന് മുകളിൽ കിടത്തും. ചരിത്രം പറയുന്നുണ്ട്, കറുകറുത്ത ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ആ തീയിലോട്ട് മെല്ലെ മെല്ലെ ഉറ്റിയിട്ടുണ്ട്. ഹബാബ ആർത്തു കരയും, വല്ലാതെ സങ്കടത്തോടു കൂടിയിട്ട് അട്ടഹാസിച്ച് കുളിക്കും. ഒരുപാട് കഴിഞ്ഞ് ഹബാബിൻ്റെ ബോധം നഷ്ടപ്പെടും. ബോധം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട്, വെള്ളത്തിൽ മുക്കിക്കിടത്തും. കുറച്ച് കഴിഞ്ഞാൽ ബോധം വന്നെന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി വീണ്ടും ചുട്ടുപടുത്ത ആലയിലെ കല്ലിന് മുകളിലായിട്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കിടത്താറുണ്ട്. ഈ ചരിത്രം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്, നമ്മൾ എന്തു നേടിയിട്ടുണ്ട്? ദീനിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം മാറ്റിവെച്ചിട്ടുണ്ട്? ഒരുപക്ഷേ ഈ സമയത്ത് നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടിരിക്കാവും, പരീക്ഷാ ഹാളിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കാവും, ഉമ്മാൻ്റെ ഭക്ഷണവും കാത്ത് ടേബിളിൽ ഇങ്ങനെ കാത്തിരിക്കുക, ഉമ്മയുടെ ഭക്ഷണവുമായിട്ട്. ഏത് സമയത്താണ് നമ്മുടെ റൂഹിനെ പിടിക്കുക എന്ന് പറയുവാൻ സാധ്യമല്ല. ഈ സമയത്ത് നമ്മുടെ റൂഹിനെ പിടിക്കുന്നു എങ്കിൽ പറയുവാൻ സാധിക്കുമോ? എന്ത് റബ്ബേ, എനിക്ക് ഇത്രയും കാലം ഞാൻ ജീവിച്ച ജീവിതം നമ്മൾ എന്തു നേടിയിട്ടുണ്ട്? ഈ ചെറിയൊരു ജീവിതത്തിൽ ഒരുപാട് കൊല്ലം നമ്മൾ ജീവിച്ചിട്ടുണ്ട്. 20 വയസ്സായിട്ടുണ്ട്, 30 വയസ്സായിട്ടുണ്ട്, 35 വയസ്സായിട്ടുണ്ട്. നമ്മൾ എന്തു നേടിയിട്ടുണ്ട്? ഒരു പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒരുപാട് അക്കങ്ങളുടെ കണക്ക് പറയും, ഒരുപാട് സംഖ്യകളുണ്ടാകും. പക്ഷേ നമ്മളൊരു പക്ഷേ ഈ നിമിഷത്തിൽ നമ്മൾ മരിച്ചു പോയെന്ന് കരുതുക. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു നമ്മുടെ മുമ്പിലോട്ട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉസ്മാനെ, മുഹമ്മദെ, ആയിഷ, ഫാത്തിമ, ഇനി എന്ത് നേടിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇനി ഇവിടേക്ക് വന്നിട്ടുള്ളത്? സ്വർഗത്തിലേക്കുള്ള താക്കോലാണോ വേണ്ടത്, അതല്ല നരകത്തിലേക്കുള്ള താക്കോലാണോ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ കൈമലർത്തിക്കൊണ്ട് നിൽക്കുന്നവരാകരുത് നമ്മൾ. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നില്ലേ, ഹാദാ ദാറുൽ അമൽ വലാ ഹിസാബ്. ഈ ദുനിയാവെന്ന് പറയുന്നത് ദാറുൽ അമല, പ്രവർത്തനത്തിൻ്റെ വീടാണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. ഗദൻ ദാറുൽ ഹിസാബ്, നാളെ പരലോകമെന്ന് പറയുന്നതോ ദാറുൽ ഹിസാബാണ്, വിചാരണയുടെ കേന്ദ്രമാണ്. വലാ അമൽ, അവിടെ പ്രവർത്തനങ്ങളില്ല. നമ്മൾ ഈ ലഭിച്ചിട്ടുള്ള ഈ ദുനിയാവിലെ ജീവിതം സുഖസുന്ദരമാക്കിയിട്ട് നമ്മൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.